കഴിഞ്ഞ ദിവസം അന്തരിച്ച സന്തോഷ് നായർ എന്ന നടൻ്റെ വീടിൻ്റെ മുൻവശത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ തൊട്ടരികിൽ കരഞ്ഞ ഒരു പ്രായമായ മനുഷ്യനെ എല്ലാവർക്കും ഓർമ്മ കാണും. അന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തൊരു വീഡിയോ ആയിരുന്നു അത്. അന്നത്തെ പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കാൻ കാരണം എനിക്ക് ഇദ്ദേഹം ദൈവത്തെ പോലെയാണ്, എനിക്കൊരുപാട് പൈസ അദ്ദേഹം തന്നിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ജോലിക്കാരനായിരുന്നു, ഇങ്ങനെ പറഞ്ഞായിരുന്നു അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നത്. തമിഴിലായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നതെങ്കിലും മറ്റ് ഭാഷകളിലൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് ദൈവത്തെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞ് കരയുകയും തറയിൽ കിടക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ ജോലിക്കാരനല്ല, മറിച്ച് സന്തോഷിൻ്റെ വീട്ടിൻ്റെ അരികിലുള്ള വീട്ടിലെ ഒരു ജോലിക്കാരനാണ്. അവിടെ കുതിരയും പശുവിനെയും മറ്റ് മൃഗങ്ങളെയും ഒക്കെ പരിപാലിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ പോകുന്ന സമയം സന്തോഷ് ഇദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും നല്ല സൗഹൃദം പങ്കിടുകയും അതുപോലെ തന്നെ അദ്ദേഹവുമായി പൈസ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നന്ദി തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം കാണിച്ചത് എന്ന് പറയാം. അദ്ദേഹം ശരിക്കും ആരാണ് എന്ന് എല്ലാവരും അന്വേഷിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന് അടുത്തുള്ളവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. സന്തോഷിൻ്റെ വീട്ടുകാർക്കൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ സന്തോഷിന് മാത്രമാണ് അദ്ദേഹത്തിന് അറിയാവുന്നത്. വഴിയിലൂടെ പോകുമ്പോഴൊക്കെ തന്നെയും ഇദ്ദേഹത്തിന് കയ്യിൽ പൈസ നൽകുമായിരുന്നു സന്തോഷ്. അതിൻ്റെ ഒരു സ്നേഹമായിരുന്നു ആ വാർത്ത കേട്ടതും ഞെട്ടി ആ വീട്ടിലേക്ക് വരാനുള്ള കാരണമായി മാറിയത്. വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചില്ല, വെളിയിൽ തന്നെ നിന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവരുമ്പോൾ കൈകൂപ്പി കരയുന്നുണ്ടായിരുന്നു, പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി ഇദ്ദേഹം ഈ കുടുംബത്തിന് വളരെയധികം വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നത്. അപ്പോഴാണ് പ്രേക്ഷകരെല്ലാവരും ഇതാരാണ് എന്ന് അന്വേഷിച്ചിറങ്ങിയത്. സന്തോഷിൻ്റെ വീട്ടിലെ ജോലിക്കാരാണ് എന്ന് പറഞ്ഞാണ് ആദ്യം ഈ ചിത്രം പുറത്തു വന്നത്. പിന്നാലെയാണ് ഇത് സന്തോഷിൻ്റെ വീട്ടിലെ ഒരു ജോലിക്കാരനല്ല എന്ന് പറഞ്ഞത്. അങ്ങനെ യഥാർത്ഥത്തിൽ സന്തോഷിൻ്റെ വീട്ടിലെ ജോലിക്കാരനെ കണ്ടെത്തുകയും മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി ആരാണ് ആ പ്രായമായ മനുഷ്യൻ എന്ന് ചോദിച്ചെത്തുകയുമായിരുന്നു. അദ്ദേഹം അതിൻ്റെ അരികിലുള്ളൊരു വീട്ടിലെ കുതിരയും ആനയും അല്ലെങ്കിൽ പശുവിനെ പോലത്തെ മൃഗങ്ങളെയും ഒക്കെ പരിപാലിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് സന്തോഷ് അവിടെ പോകുമ്പോഴെല്ലാം തന്നെ ഇദ്ദേഹവുമായി നല്ല സൗഹൃദം പുലർത്തിയിരുന്നു. ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്തു തന്നെയാണ് അദ്ദേഹം എത്തിയത്. ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിയതുപോലെ അദ്ദേഹവും ഞെട്ടിപ്പോയി. അതുകൊണ്ടാണ് അവിടെ എത്തി നിങ്ങൾ എനിക്ക് ദൈവത്തെ പോലെ ആയിരുന്നു സാർ എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. ആത്മാർത്ഥമായ ആ കരച്ചിലിൻ്റെ പിന്നിലെ കാരണം അതാണ്. എപ്പോഴും കാണുന്നൊരു മനുഷ്യൻ, കാണുമ്പോഴൊക്കെ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന് പൈസ നൽകുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് അവസാനം അദ്ദേഹം കരഞ്ഞത്, അതുകൊണ്ടാണ് ആ സങ്കടം വന്നത്. അതെത്രയൊക്കെ ആയാലും പ്രേക്ഷകർക്കത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുമ്പോഴും ഇത്തരത്തിൽ തന്നെ ആണ് എന്ന് പറയാം. ആരാധകരുടെ പ്രീതിയും വളരെയധികം തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞേ മതിയാകൂ. ഇപ്പോൾ എല്ലാവരും സന്തോഷിൻ്റെ വാർത്ത കാണുമ്പോഴും ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.